എന്താ മോളെ, എന്തു പറ്റി? ഏട്ടൻ യാത്ര ക്യാൻസൽ ചെയ്യണോ? ഏയ്, അതൊന്നും വേണ്ട ഏട്ടാ. ഞാനിപ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാ. എന്ത് സ്വപ്നം? എന്തൊക്കെയോ പേടിപ്പെടുന്ന സ്വപ്നങ്ങളാട്ടയോ. എനിക്ക് വിശദീകരിച്ച് തരാനൊന്നും അറിയില്ല. ആദ്യ പെട്ടെന്ന് ഷികയെ തന്നോട് ചേർത്ത് അടക്കി പിടിച്ചു. ഏട്ടൻ പോകാതിരുന്നാലും മോളെ? അവൻ അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഒന്ന് വേഗം വന്നാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ ഏട്ടനെ അറിയിക്കണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഷിക സമ്മതഭാവത്തിൽ തലകുലുക്കി. ഏട്ടൻ വരുമ്പോൾ പൊന്നുന് എന്താ കൊണ്ടുവരേണ്ടത്? ഏട്ടന് ഇഷ്ടമുള്ളത് എന്താണോ എനിക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവരാൻ തോന്നുന്നത് അത് മതി. ദാ ഈ കൊലുസ് കൊണ്ടുവന്നത് പോലെ. ഷിക പെട്ടെന്ന് തൻ്റെ കാലൊന്ന് അനക്കി. താൻ വാങ്ങിച്ചു കൊടുത്ത കൊലുസിൻ്റെ ശബ്ദം കേട്ട് ആദ്യ ചിരിച്ചു. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് പറയണേ, ഏട്ടന് വിളിക്കാട്ടോ. ശരി ഏട്ടാ. ആദ്യ വീണ്ടും ഷികയുടെ നെറ്റിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. അവൾ തിരിച്ചും. അവളെ പിരിയുമ്പോൾ അവന് വല്ലാത്തൊരു വേദന തോന്നി. ആദ്യ പിന്നീട് ഇന്ദിരയുടെ അടുത്തേക്ക് പോയി. അന്നത്തെ വഴക്കിന് ശേഷം ഇന്ദിര ആദ്യയോട് അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ പാർവണയോട് യാത്ര പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ പാറുക്കുട്ടി ഇത്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? അവളുടെ ശിരസിൽ തഴുകിക്കൊണ്ടവൻ ഒരു വല്ലായ്മയോട് ചോദിച്ചു. രണ്ടുപേരോ? അതെ, ഷികയും. ഞാൻ യാത്ര പറയാൻ ചെന്നപ്പോൾ വല്ലാതിരുന്നു. പാറോടെ പെട്ടെന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആദ്യേട്ടൻ പോയിട്ട് വാ, ഒരു പ്രശ്നവുമില്ല. തൻ്റെ ശബ്ദം ഇടർന്നത് അവൾക്ക് മറയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അത് മനസ്സിലായതുപോലെ അവൻ്റെ മുഖത്തും ഒരു ചെറിയ വേദന പടർന്നിരുന്നു. സന്തോഷമായിട്ടിരിക്കണം, ഞാൻ വിളിക്കാം. ഒന്നും കൂടി അവളെ പുണർന്ന് ചുംബിച്ച് അവൻ യാത്രയായി. പാറണ വാതിൽക്കൽ നിന്നും മേശമായി ആ പോക്ക് നോക്കി നിന്നു. ഷിക മുകളിൽ നിന്നും ആദ്യ പോകുന്ന നോക്കി നിൽപ്പുണ്ടായിരുന്നു. എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ ഇരിക്കുമ്പോൾ അവന് ഭാര്യയും അനിയത്തിയും ഒരുപോലെ ഓർമ്മ വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യ പോയിട്ട് ഒരാഴ്ചയാകുന്നു. പാർവണയ്ക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ തൊടിയിലും കുളക്കടവിലുമൊക്കെ അവൾ അവനെ വിചാരിച്ച് സമയം കഴിച്ചു കൂട്ടി. ഷികയും ഇന്ദിരയും ഇപ്പോഴും അവളോട് സംസാരിക്കാറോ അവൾക്ക് മുഖം കൊടുക്കാറോ ഇല്ലായിരുന്നു. അവൾക്ക് എന്തുകൊണ്ടോ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ശ്രീദേവി വല്യമെങ്കിലും ഒന്ന് വന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ശരവണന്റെ ഓർമ്മ അവളെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യ വിളിക്കുമ്പോൾ അതൊന്ന് സംസാരിക്കണമെന്ന് അവൾ ആലോചിച്ചു. ആദ്യയാണെങ്കിൽ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. അവന് സമയം ഒരുപാട് കുറവാണെന്നും അവൻ വലിയ വലിയ തിരക്കുകളിലാണെന്നും അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പരിഭവം കാണിച്ച് അവനെ വിഷമിപ്പിക്കാൻ അവൾ തയ്യാറായതുമില്ല. ആദ്യം വരാൻ 3-4 ദിവസം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കണ്ണിൽ എണ്ണയൊഴിച്ച് പാർവണ കാത്തിരിക്കുകയായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. രാവിലെ മുതൽ അവൾക്ക് എന്തുകൊണ്ടോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇന്ദിരയും ഷികയും ഉണ്ടായിരുന്നു. അവരവളെ കണ്ടിട്ട് ഗൗനിച്ചതേയില്ല. പാർവണ രണ്ടിടയിലെടുത്ത് നുള്ളിപ്പെറുക്കി കഴിക്കാൻ തുടങ്ങി. തനിക്കെന്താണ് സംഭവിക്കുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ആകെ വല്ലാത്തൊരു ക്ഷീണവും പരവേശവും. ഒരു ഇഡലി കഴിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി. അവൾ വാ പൊത്തിപ്പിടിച്ച് പുറത്തേക്കൂടി. കഴിച്ചതെല്ലാം അപ്പടി ഛർദ്ദിച്ചു. അവൾക്ക് വയറ് വല്ലാതെ വേദനിച്ചു. തല ചുറ്റുന്നത് പോലെ തോന്നി. ഈ പെണ്ണിന് ഇതെന്താ പറ്റിയത്? വല്ലതും ഒപ്പിച്ചോ ആവോ? ഇന്ദിര പരിഹാസഭാവത്തിൽ ഷികയോട് ചോദിച്ചു. ഒപ്പിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ അവരുടെ കാര്യമല്ലേ? ഷിക അസ്വസ്ഥതയോട് ചോദിച്ചു. നീ എന്താ ഈ പറയുന്നത് പൊന്നു? എൻ്റെ കൊച്ചുമകൻ്റെ കുഞ്ഞ് ജനിക്കേണ്ടത് ഇവളെപ്പോലൊരു കുപ്പവാടത്തിൽ കിടന്നിരുന്നവളുടെ വയറ്റിലാണോ? അതിനൊരിക്കലും അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ മുത്തശ്ശിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏട്ടൻ്റെ സ്വഭാവം അറിയാലോ. ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് വെറുതെ ഇനിയും ഒരിക്കൽ കൂടി ആ ശത്രു ഏറ്റു വാങ്ങണ്ട. ഷിക മടുപ്പോടെ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ കൊച്ചുമകൻ്റെ ബീജം ഇവളെപ്പോലൊരു ദരിദ്രവാസിയുടെ വയറ്റിലേക്ക് കുരുക്കേണ്ടത്. അതിനവൾ പ്രഗ്നന്റ് തന്നെയാണെന്ന് മുത്തശ്ശിക്ക് എന്ത് എത്ര ഉറപ്പ്? പിന്നെ അവൾ ഇവിടുന്ന് ഓടിപ്പോയത് കണ്ടില്ലേ? വായും പൊത്തിപ്പിടിച്ചു. ഓ, അതെന്തെങ്കിലും വയറ്റിൽ കൊള്ളാതെ കഴിച്ചിട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞെങ്കിലും ഷികയിലും ഒരു സംശയം വന്നിരുന്നു. പാർവണ പ്രഗ്നന്റ് ആണെങ്കിൽ ഇനി അവളെ ഏട്ടനിൽ നിന്ന് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതോർത്ത് അവൾക്ക് കഠിനമായ അസ്വസ്ഥത തോന്നി. പാർവണ വല്ലാതെ തളർന്നിരുന്നു. പക്ഷെ അതിനിടയിലും അവളുടെ നെഞ്ച് അനുപചീനമായ ഒരു ഉന്മാദത്തിൽ തുടിച്ചു. ഈശ്വര, തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെയും അദ്ദേഹത്തിൻ്റെയും അരികിലേക്ക് അവൻ വരികയാണോ? കഴിഞ്ഞ മാസം ഡേറ്റ് ആയിട്ടില്ലെന്ന് അവൾ ഒരു ഉൾക്കിടലത്തിലൂടെ ഓർത്തു. അവളുടെ ശരീരം പരിഭ്രമത്താൽ വിറച്ചു. പക്ഷേ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു. അവൾക്ക് ആ നിമിഷം തന്നെ ആദ്യം കാണണമെന്ന് തോന്നി. ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? പക്ഷേ ഉറപ്പിക്കാതെ എങ്ങനെയാണ് പറയുക? ഇനി തൻ്റെ തോന്നൽ മാത്രമാണെങ്കിലോ? തിരിച്ചുവന്ന് പരവശഭാവത്തിൽ വീണ്ടും ടേബിളിലിരുന്നു. ഷികയും ഇന്ദിരയും അവളെ ഒരു വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവരുടെ നോട്ടമേറ്റപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. എന്താ, കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ലല്ലോ, അപ്പോഴേ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചോ?
ആകെ നാണക്കേടാകുമല്ലോ എൻ്റെ ഈശ്വര. ആദിക്കും ആകെ നാണക്കേടാകും. പാർവണ കണ്ണിമിഴിച്ച് ഇന്ദിരയെ നോക്കി. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. നീ എന്താടി പന്തം കണ്ട പിരിച്ചാഴിയെ പോലെ നോക്കുന്നത്? നീ ഗർഭിണിയാണോ? ആണെങ്കിൽ അതുടനെ അങ്ങ് കലക്കി കളഞ്ഞേക്ക്. നിന്നെ പോലത്തെ ഒരുത്തിയുടെ വയറ്റിൽ എൻ്റെ കൊച്ചുമോൻ്റെ ബീജം കുരുക്കുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇന്ദിരയുടെ വായിൽ നിന്നിരുന്ന വിഷം കലർന്ന വാക്കുകൾ പാർവണയെ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ അറിയാതെ തൻ്റെ വയറ്റിൽ അമർത്തി പിടിച്ചു. പിന്നെ അവിടുന്ന് വേച്ച് വേച്ച് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. കിടക്കിലേക്ക് വീണതും അവൾ വിങ്ങി കരഞ്ഞുപോയി. മുത്തശ്ശി എന്തിനാ പാർവണയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതൊക്കെ അവളിനി ഏട്ടനെ അറിയിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചോ? പിന്നെ ഞാൻ എന്താ പൊന്നു ചെയ്യേണ്ടത്? എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന് ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അവരൊന്ന് ഛർദ്ദിച്ചു എന്ന് കരുതി. ഉറപ്പാണെങ്കിലും അവൾ നമ്മളോട് പറയുമോ? ഏട്ടനോട് പറയുമല്ലോ. ബിസിനസ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത ഏട്ടൻ ഇവിടെ പാഞ്ഞെത്തുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആഘോഷമായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഏട്ടൻ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അവർ പ്രഗ്നൻ്റ് അല്ല എന്നാണ് അർത്ഥം. ഈശ്വര, അവളുടെ ഉള്ളിൽ ഇവിടുത്തെ വിത്ത് കുരുക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. ഇന്ദിര ആത്മഗതം ചെയ്തു. ഷീക്കും കഠിനമായ അസ്വസ്ഥത തോന്നി. മുത്തശ്ശി പറഞ്ഞതുപോലെ പാർവണ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവളെ ആദിയിൽ നിന്ന് അകറ്റാൻ സാധിച്ചെന്ന് വരില്ല. പാർവണ ബെഡിൽ കിടന്ന് കുറേ നേരം കരഞ്ഞു. എന്നിട്ടും നെഞ്ചിലെ വിങ്ങൽ സഹിക്കാൻ വയ്യാതെ അവൾ ആദിയെ വിളിച്ചു. അവനെ പക്ഷേ കിട്ടിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. അവൾക്ക് ഹൃദയഭാരം കൂടിക്കൂടി വന്നു. അവൾ തൻ്റെ വയറിൽ സ്പർശിച്ചു. ഈശ്വര, താൻ ശരിക്കും ഗർഭിണിയാണോ? ഡോക്ടറെ അടുത്ത് പോയാലോ? പക്ഷേ ആദിയേട്ടനോട് ഇത് പറയണ്ടേ? ഇന്ദിരയുടെ വാക്കുകൾ ഓർക്കും തോറും അവളുടെ ഹൃദയം മുറിഞ്ഞുകൊണ്ടിരുന്നു. അവൾ പതിയെ തൻ്റെ വയറിൽ തടവി. സോറി വാവേ, നിന്റെ വര പറഞ്ഞതും കരയാനേ അമ്മയ്ക്ക് പറ്റിയുള്ളൂ. നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ലാട്ടോ. അങ്ങനെ ആയിപ്പോയി. വാവയുടെ അച്ഛൻ വരട്ടെ കേട്ടോ, നമുക്ക് ഒരുപാട് ചിരിക്കാം. അവൾ നിർവൃതിയുടെ കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദി വിളിച്ചു. സോറി പാർവണ, ഇവിടെ ഞാൻ നല്ല ബിസിയാണ്. ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ഫോൺ ഓഫ് ചെയ്തതാണ്. തുടരെ തുടരെ കോൾസ് വരുന്നത് കൊണ്ട്. നീ എന്താ വിളിച്ചത്? അറിയോ? ഓക്കെ. മീറ്റിംഗ് തീർന്നോ ആദ്യേട്ടാ? ഇല്ല, ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ ഫോണൊന്ന് ഓൺ ചെയ്തതാണ്. എന്തു പറ്റി? ആദ്യേട്ടൻ എപ്പോഴാണ് വരിക? വേഗം വരുമോ? എനിക്കെന്തോ വയ്യാത്ത പോലെ. എന്ത് വയ്യായിക? എന്താ പാറുക്കുട്ടി? ആദിയുടെ സ്വരത്തിൽ ആദി തുടിച്ചു. പാർവണ ഒന്ന് ആലോചിച്ചു. ആദ്യേട്ടനോട് ഇപ്പോൾ ഈ കാര്യം പറയണോ? പക്ഷേ അതൊന്ന് ഉറപ്പിക്കാതെ എങ്ങനെയാണ്? മാത്രമല്ല ആൾക്ക് എന്തായാലും തൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ വരാനും പറ്റില്ല. പറയുമ്പോൾ ആൾ അടുത്തുണ്ടാകുന്നത് തന്നെയാണ് സന്തോഷം. ആ മുഖത്ത് നോക്കി പറയണം. അതോർത്തപ്പോൾ പാർവണയുടെ നെഞ്ച് ആർദ്രമായി. നീ എന്താ മിണ്ടാത്തത് പാർവണ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആദ്യേട്ടാ. ആദ്യേട്ടനെ കാണാത്തത് കൊണ്ടുള്ള വിഷമമാണ്, മറ്റൊന്നുമില്ല. പാർവണ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വേഗം വരാട്ടോ. അധികം വൈകില്ല. മിക്കവാറും നാളെ തന്നെ പുറപ്പെടും. പാർവണ സമാധാനത്തോടെ ഫോൺ വെച്ചതും അവനോട് സംസാരിച്ചപ്പോൾ തന്നെ അവൾക്ക് ഒരു ആശ്വാസം തോന്നിയിരുന്നു. ഏകദേശം ഉച്ചയാകുന്നവരെ പാർവണ ആ കിടപ്പ് കിടന്നു. പിന്നെ സാവധാനം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവളെ കണ്ടതും അടുക്കളയിൽ നിന്ന ഭവാനിയമ്മ അടുത്ത് ചെന്നു. മോളെന്തേ കഴിക്കാൻ വരാതിരുന്നത്? ഞാൻ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ അത് അടച്ചിട്ടിരുന്നു. ഇപ്പോൾ സമയം 2 കഴിഞ്ഞല്ലോ. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു ഭവാനി ഏട്ടത്തി. എന്തോ ഒരു വയ്യായിക. അയ്യോ, എന്നിട്ട് കുറവുണ്ടോ? ഹോസ്പിറ്റൽ പോണം. പക്ഷേ തനിയെ പോയിക്കോളാം. ഇപ്പോൾ കുറവുണ്ട്. എന്നാലും ഒന്ന് കാണിച്ചേക്കാം. അതിനെന്താ മോളെ, ഞാൻ സന്തോഷിനോട് പറയാം മോളെ കൊണ്ടുവിടാൻ. അവിടുത്തെ സ്ഥിരം ഡ്രൈവർമാരിൽ ഒരാളാണ് സന്തോഷ്. പാർവണ തലയെനിക്ക്. ഷിക കോളേജിൽ പോയില്ലേ? ഉവ്, കുറച്ച് വൈകിയാ പോയത്. മുത്തശ്ശിയോ? ഇന്ദിരാമ്മയുടെ ഏതോ ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞു പോയി. അവിടെ സപ്താഹം നടക്കുകയാണത്രേ. ശരി. പിന്നെ ഭവാനി എടുത്തി, ഞാൻ ഹോസ്പിറ്റലിൽ പോയ വിവരം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് മുത്തശ്ശിയോടും ഷികയോടും. അതെന്താ മോളെ അങ്ങനെ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും വേണ്ട. ഭവാനി മേലെ തലകുലുക്കി. ഷികയ്ക്കും ഇന്ദിരയ്ക്കും പാർവണയോടുള്ള ഇഷ്ടക്കേട് അറിയാമായിരുന്നു കൊണ്ട് അവർ പിന്നെയൊന്നും ചോദിച്ചില്ല. പാർവണ ഭക്ഷണം കഴിക്കാനിരുന്നു. വലിയ വിശപ്പ് തോന്നിയില്ലെങ്കിലും അവൾ അത്യാവശ്യം ചോറും കറികളും കൂട്ടി കഴിച്ചു. തൻ്റെ സംശയം സത്യമാണെങ്കിൽ ഇപ്പോൾ ഒരാളും കൂടി ഇവിടെ ഉള്ളതാണ്. അവനിനി എല്ലാം താനാണ്. ഇടയ്ക്കിടെ അവൾ തൻ്റെ വയറിൽ വാത്സല്യത്തോടെ തഴുകി. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാർവണ മുറിയിലേക്ക് ചെന്ന് ഡ്രസ് ചെയ്തു. പച്ച നിറത്തിലുള്ള ഒരു സിമ്പിൾ സാരിയാണ് അവൾ ധരിച്ചത്. വേഗം താഴെ വന്ന് കാറിനടുത്തേക്ക് പോയി. അവിടെ ഭവാനി പറഞ്ഞതനുസരിച്ച് സന്തോഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ മാഡം പോവേണ്ടത്? ടൗണിലെ മേരിമാത ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ മാഡം, അത് കുറച്ച് ദൂരെയല്ലേ സന്തോഷ്? എനിക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ സൂസൻ മാത്യുവിനൊന്ന് കണ്ടാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. സൂസൻ മാത്യു ഗൈനക്കോളജിസ്റ്റാണ്. ശരി മാഡം, കയറിക്കോളൂ, സന്തോഷ് പറഞ്ഞു. കാറിലിരിക്കുന്ന സമയം എത്രയും പാർവണ എന്തൊക്കെയോ സ്വപ്നങ്ങളിലായിരുന്നു. ഹോസ്പിറ്റൽ ഗേറ്റിനുള്ളിലേക്ക് കാർ കയറ്റുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ മിടിച്ചു. ഞാൻ വരണോ മാഡം? സന്തോഷ് ഭവ്യതയോട് ചോദിച്ചു. വേണ്ട, സന്തോഷ് പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ പോയി കാണിച്ചിട്ട് വരാം. റിസപ്ഷനിൽ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടർ സൂസൻ്റെ കൺസൾട്ടിംഗ് റൂമിന് വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ആദിയുടെ കോൾ വന്നു. അവൾ നെഞ്ചിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഫോൺ എടുത്തു. ഞാനിന്ന് രാത്രി പുറപ്പെടും പാറക്കുട്ടി.
അപ്പോൾ രാവിലെ തന്നെ എത്തിയില്ലേ ആദ്യേട്ടാ? അവളുടെ നെഞ്ചിൽ ആവശ്യം തുടിച്ചു. ഇല്ല, എനിക്ക് ഓഫീസിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. അവിടെ റോയൽ റൈറ്റ്സ് ഗ്രൂപ്പുമായി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ലേ? നോ, അതിന് അതിൻ്റെതായ സമയമെടുക്കും. മീറ്റിങ്ങും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടാവും. വേഗം വരണേ ആദ്യേട്ടാ, പ്ലീസ്. എന്താ പാറക്കുട്ടി, എന്തുണ്ടെങ്കിലും പറയ്, വരുമ്പോൾ പറയാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി. തിരക്കാണെന്ന് പറഞ്ഞ് ആദ്യം ഫോൺ കട്ട് ചെയ്തു. ഒരു നഴ്സ് വന്ന് ഡോക്ടർ സൂസന്റെ ക്യാബിനിലേക്ക് വിളിച്ചപ്പോൾ പാർവണയുടെ നെഞ്ചിടിച്ചു. കൺഗ്രാറ്റുലേഷൻസ് പാർവണ, യു ആർ പ്രഗ്നന്റ്. ടേബിളിൽ കിടത്തി പാർവണയെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഡോക്ടർ സൂസൻ മാത്യു ഒരു പുഞ്ചിരിയോടെ പാർവണയോട് പറഞ്ഞു. അവളുടെ കവിളുകൾ തൊടുത്തു. കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. പേടിയും ഉന്മാദവും ഒരുപോലെ അനുഭവപ്പെട്ടു. ഹസ്ബൻഡ് വന്നില്ലേ? ആള് ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്താണ് മാഡം. നാളെ എത്തൂ. ഓക്കെ, ഞാൻ കഴിക്കാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് കുറിച്ച് തരാം. പിന്നെ അധികം ദേഹം അനക്കണ്ട. ഹസ്ബൻഡ് കൂടി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വന്ന് കാണണം. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ശരി മാഡം. സന്തോഷത്തോടെയാണ് പാർവണ പുറത്തു വന്നത്. ഈ വിവരം ആദ്യോടല്ലാതെ ആ വീട്ടിൽ മറ്റാരോടും പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. ചെന്ന പാടെ അവൾക്ക് തളർച്ചയും ക്ഷീണവും തോന്നി. വാതിൽക്കൽ തന്നെ ഭവാനി ഉണ്ടായിരുന്നു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി. ഡോക്ടർ എന്ത് പറഞ്ഞു? അത് ഞാൻ പിന്നെ പറയാം ഭവാനിയെടുത്തി. പാർവണയുടെ മുഖത്ത് തെളിച്ചം കണ്ട് ഭവാനിക്ക് ആശ്ചര്യം തോന്നി. അവൾ വളരെ ശ്രദ്ധിച്ചാണ് മുകളിലത്തെ മുറിയിലേക്ക് ചെന്നത്. ചെന്നപാടെ സാരി മാറാതെ മൊബൈലെടുത്ത് ആദിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. വേഗം വരണേ. കുറച്ചു നേരത്തിനുള്ള ആദിയുടെ റിപ്ലൈ വന്നു. എന്താണ് പെണ്ണേ, കാര്യം പറയ്. വന്നിട്ട് പറയാം. എനിക്കെന്താ വാങ്ങിച്ചത്? നീ പറഞ്ഞതെല്ലാം ബിസിയാണ്. വേറൊന്നുമില്ലല്ലോ? ഇല്ല ആദിയേട്ടാ. ഓക്കെ, ടേക്ക് കെയർ. ബായ് ബായ്. പാർവണ ഏറെ നേരം അങ്ങനെ കിടന്നു. ഉള്ളിൽ വളരുന്ന കുഞ്ഞുടലിനെ സങ്കല്പിച്ച് തന്റെ വയറിൽ മെല്ലെ തഴുകുമ്പോൾ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സ് ആർദ്രമായി. എത്രയും പെട്ടെന്ന് ആദിയോട് ആ വിശേഷം പങ്കുവയ്ക്കാൻ അവൾ കൊതിച്ചു. കാത്തിരിപ്പിന് ദൈർഘ്യം കൂടുന്നത് പോലെ തോന്നി. ആദിയുടെ തിളങ്ങുന്ന പുഞ്ചിരിയും നിഷ്കളങ്കമായ നോട്ടവും കറുത്തിരണ്ട സമൃദ്ധമായ മുടിയുമുള്ള ഒരു കൊച്ചുകുട്ടി അവളുടെ മനസ്സിൽ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ആദിയുടെ സാഹസിക മനോഭാവം, സംഗീതത്തോട് പ്രണയമുള്ള ഒരു ആൺകുട്ടി. അലസമായ പ്രഭാതങ്ങളിൽ കഥകൾ വായിച്ചു കൊടുത്തും താരാട്ടുപാടിയും അവൾ അവനെ ലാളിച്ചു. നെയ് കൂട്ടിക്കൊഴിച്ച് താൻ ചോറ് വാരി കൊടുക്കുമ്പോൾ അവൻ വാ തുറക്കുന്നതും ആദ്യം അവനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതും അവനോടൊത്ത് തങ്ങൾ ബീച്ചിലും പാർക്കിലും പോകുന്നതും കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന അവന്റെ ചിരിയും കൊഞ്ചലുമെല്ലാം അവളിൽ സ്വപ്നമായി പടർന്നു. ആദ്യേട്ടൻ ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അവൾ ഓർത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അത്ഭുതപ്പെട്ടു പോകും. അതോ ആ മിഴികളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരാകുമോ? ആദിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോൾ പാർവണയുടെ ആവേശം കൂടി. ഇന്ന് രാത്രി അവൾ സ്വയം മന്ത്രിച്ചു. എനിക്കും അദ്ദേഹത്തിന് മറക്കാനാവാത്ത കുറെ നിമിഷങ്ങളാവും. തങ്ങൾ രണ്ടുപേരും നക്ഷത്ര നിബിഡമായ ആകാശത്തിന് കീഴിൽ ബാൽക്കണിയിൽ നിൽക്കുന്നതും ആദ്യ സ്നേഹത്തോടെ അത്രയും തരളമായി തന്റെ വയറിൽ തഴുകുന്നതും ചുംബിക്കുന്നതും സ്വപ്നം കണ്ട പാർവണ പുളകമണിഞ്ഞു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവളുടെ മനസ്സിൽ നൃത്തമാടി. ആ സമയത്ത് അമന്റെ ബംഗ്ലാവിൽ അമനും അമ്മ ശ്രീലയ വർമ്മയും കൂടി ഗൗരവതരമായ കൂടിയാലോചനകളിലായിരുന്നു. അവൾ നമ്മെ സഹായിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ് അമ്മേ? അമൻ നേരിയ സംശയത്തോട് ചോദിച്ചു. അമ്മയൊന്നും ആലോചിക്കാതെ സ്ത്രീയെ നിരഞ്ജന്റെ അടുത്തേക്ക് അയച്ച് ശരിയായില്ല. അവർ അയാളുടെ കൂടെ ചേർന്നാൽ പിന്നെ നമ്മളുടെ റോൾ എന്താ? അമ്മയൊന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ല അമൻ. ഞാൻ നിരുപമയെ നിരഞ്ജനെ പരിചയപ്പെടുത്തിയതിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. പക്ഷേ കാര്യം കഴിയുമ്പോൾ അവർ നമ്മെ തഴഞ്ഞാലോ? ഒരിക്കലുമില്ല. നമ്മുടെയും നിരുപമയുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ആദിയുടെ പതനം. അത് മാത്രമാണോ? എനിക്ക് ശിഖയെ വേണം, ഒപ്പം ആദിയുടെ സ്വത്തുക്കളും. അവൾ എന്നെ ക്രൂരമായി അവമാനിച്ചവളാണ്. അതിനെനിക്ക് പകരം വീട്ടണം. ഉറപ്പായും അതിന് നിരുപമ നമ്മളെ സഹായിച്ചിരിക്കും. മറ്റാരോടും ഇല്ലാത്തൊരു കടപ്പാട് അവൾക്ക് എന്നോടുണ്ട്. അതിനവൾ നന്ദി കാണിച്ചിരിക്കും. അമ്മന്റെ മനസ്സിൽ ഷിഖയുടെ സുന്ദരമായ രൂപം തെളിഞ്ഞു. അവളുടെ ഒരു ഏട്ടൻ. നിന്റെ കഴുത്തിൽ താലി എന്ന പേരിട്ട് ഞാനൊരു കൊലക്കയർ മുറുക്കുമിടി. പിന്നെ എന്റെ കിടപ്പറയിൽ ദാസിയും പാവയുമായിരിക്കും നീ. എന്റെ സുഖത്തിനനുസരിച്ച് ഞാൻ കിടക്കയിലിട്ട് തട്ടിക്കളിക്കുന്നൊരു പെൺശരീരം. നിന്റെ നരകജീവിതം കണ്ട് ആദിശേഷിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരല്ല, രക്തം തന്നെ കാണണം എനിക്ക്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ പല്ലു ഞെരിച്ചു. സ്ത്രീയെ നിരഞ്ജൻ അടിക കണ്ണിമ വെട്ടാൻ നോക്കി. നിരുപമ വർമ്മ. പ്രായം 46 അടുത്തിട്ടുണ്ടാവും. പക്ഷെ കണ്ടാൽ അത്രയും തോന്നില്ല. അധികം മെലിഞ്ഞതോ വണ്ണമുള്ളതോ അല്ലാത്ത വടിവത്ത ശരീരം, നിതംബം മറിഞ്ഞു കിടക്കുന്ന മുടിയും കട്ടിയുള്ള പുരികങ്ങളും കൂർത്ത കണ്ണുകളും. അവരുടെ മുഖത്തൊരു ഗാംഭീര്യം നിറഞ്ഞു നിന്നു. അത് ഗാംഭീര്യത്തെക്കാൾ ഉപരി ധാർഷ്ട്യമാണെന്ന് നിരഞ്ജന് തോന്നി. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് മിസ്റ്റർ നിരഞ്ജൻ? ശ്രീലയ വർമ്മ, അതായത് അമ്മേന്റെ അമ്മ, നിങ്ങളെ വന്ന് കാണണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. നിരഞ്ജൻ തന്റെ കണ്ണട എടുത്ത് ഒന്ന് തുടച്ച് വീണ്ടും തിരിച്ചു വെച്ചു. പിന്നെ നിരുപമയെ നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞല്ലോ നിരുപമ, ഈ കൂടിക്കാഴ്ച കൊണ്ട് എന്നേക്കാൾ ഗുണമുണ്ടാകുന്നത് നിരുപമയ്ക്കാണെന്ന്. എനിക്ക് ആദ്യം മാത്രം മതി. ചുറ്റും ആരാധക വൃന്ദമില്ലാത്ത
ബിസിനസ് മാഗ്നറ്റ് അല്ലാത്ത, കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അധികാരം പറയാനില്ലാത്ത, വെറും ഒന്നുമല്ലാത്ത ആദിശേഷനെ. സോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവന്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ എടുത്തോളൂ. അതാണ് നിരുപമയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്നതിന് ഞാൻ നൽകുന്ന പ്രതിഫലം. നിരുപമ ഒന്ന് ചിരിച്ചു. ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ സഹായമില്ലാതെയും ചെയ്യാവുന്നതല്ലേയുള്ളൂ മിസ്റ്റർ നിരഞ്ജൻ. ഇത് നിങ്ങളുടെ സഹായമാകുന്നത് എങ്ങനെയാണ്? നിരഞ്ജൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് എൻ്റെ സഹായം വേണ്ടിവരും മിസ് നിരുപമ വർമ്മ. കാരണം ആദിശേഷ് അന്നത്തെ ആ 16-കാരൻ പയ്യനല്ല. 12 വർഷങ്ങൾ നിങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ നിരുപമ വർമ്മ? 12 വർഷങ്ങൾ കൊണ്ട് ആദി ഒത്തൊരു യുവാവായി തീർന്നിട്ടുണ്ട്. അവൻ ഇരുചെവി അറിയാതെ നിങ്ങൾ തീർത്ത് കളയില്ലെന്ന് ആര് കണ്ടു? അന്നത്തെ അവൻ്റെ തലയെടുപ്പും ചിന്താശേഷിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും നിങ്ങൾ കണ്ടതാണല്ലോ. ഇന്ന് ഈ യൗവനത്തിൻ്റെ തിളപ്പിൽ അത് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. തൻ്റെ മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും സാമ്രാജ്യം ഇരട്ടിയാക്കിയിട്ടേ ഉള്ളൂ ആദിശേഷ്, അത് മറക്കണ്ട. നിരുപമയുടെ മുഖം കടുത്തു. മാത്രമല്ല, അവൻ്റെ വംശം ആദ്യോടുകൂടി അവസാനിച്ചു പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? എന്നിട്ടെന്തായി? അവൻ വിവാഹം കഴിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു കോൺട്രാക്റ്റാണ്. ആ കാര്യത്തിൽ അവൻ വാക്കുപാലിച്ചു. പക്ഷെ അവളുടെ വയറ്റിൽ അവൻ്റെ അംശം കുരുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചതുപോലെ വെറുതെ ആവില്ലേ നിരുപമ? നിരുപമയുടെ കണ്ണുകൾ ജ്വലിക്കുന്നത് നിരഞ്ജൻ നിഗൂഢമായ ആഹ്ലാദത്തോടെ നോക്കിക്കണ്ടു. ഇല്ല, അതിന് ഞാൻ അനുവദിക്കില്ല. ആദിത്യനാഥ് വർമ്മയുടെയും അരുന്ധതിയുടെയും കണ്ണി ആദിശേഷോട് കൂടി അവസാനിക്കണം. ആ പരമ്പര മുച്ചൂടും മുടിഞ്ഞു പോകണം. ആ സ്വരത്തിൽ പക നിറഞ്ഞു. നിരഞ്ജന ദിവസങ്ങൾക്ക് ശേഷം എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി. ഒന്ന് ആർത്തിച്ചിരിക്കാൻ തോന്നി. നിന്നെ ഞാൻ തകർക്കും ആദിശേഷ്. നിന്നെ ഒന്നുമല്ലാതാക്കും ഞാൻ. സകല പ്രതാപവും നഷ്ടപ്പെട്ട് ഒരു വളർത്തുപട്ടിയെ പോലെ ഇനിയുള്ള കാലം നീ എൻ്റെ മകളുടെ കാലടിയിൽ കിടക്കും. മകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരച്ഛൻ, നീ അവളോട് ചെയ്ത അക്ഷന്ത്യവമായ അപരാധത്തിന് വിധിക്കുന്ന ശിക്ഷയാണത്. പിറ്റേന്ന് വൈകുന്നേരം ആദ്യ തൻ്റെ ഓഫീസ് ടേബിളിൽ തലയമർത്തി കിടക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് ശേഷം ദിവസം മുഴുവനുള്ള വർക്ക് കാരണം അവന് നന്നേ ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. കൂടാതെ കടുത്ത തലവേദനയും അനുഭവപ്പെട്ടു. അതേ സമയത്താണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. യെസ്, കമിൻ. കടന്നു വന്നത് അവൻ്റെ PA വന്ദനയായിരുന്നു. വാട്ട്സ് ദ മാറ്റർ വന്ദന? സർ, സംബഡി വാണ്ട്സ് ടു മീറ്റ് യു. ഹൂസ് ദാറ്റ്? വൺ മിസ് നിരുപമ. നിരുപമ? ആദിയുടെ നെറ്റി ചുളിഞ്ഞു. ഷീസ് എ മിഡിൽ ഏജ്ഡ് വുമൺ, നിരുപമ വർമ്മ. ആ പേര് കേട്ടതും അപ്രതീക്ഷിതമായ ശിരസിൽ അതികഠിനമായൊരു താണ്ഡനമേറ്റതുപോലെ അത് ഞെട്ടിപ്പോയി. പെട്ടെന്ന് അതിഭീകരമായൊരു കൊടുങ്കാറ്റ് പാഞ്ഞു വരുന്നതും അത് തന്നെ ഭീകരമായി ഉലച്ചു കളയുന്നതായും അവൻ അനുഭവപ്പെട്ടു. ഓർമ്മകൾ 10-12 വർഷങ്ങൾക്ക് പിറകിലേക്ക് അവനെ നയിച്ചു. അവൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. വെറും 16-17 വയസ്സുള്ള ഒരു ആൺകുട്ടി തൻ്റെ മുന്നിൽ കടുത്ത മുഖവും അടങ്ങാത്ത പകയുമായി നിൽക്കുന്ന സ്ത്രീയുടെ മുന്നിൽ പതറാതെ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം നടക്കും. അച്ഛൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വിവാഹം കഴിച്ചാലും അതെന്നേക്കും നീണ്ടു നിൽക്കില്ല. എന്നിൽ നിന്ന് മറ്റൊരു അവകാശി ഈ സ്വത്തിന് വേണ്ടി ജനിക്കുകയുമില്ല. അവരിതാ അടുത്തെത്തിയിരിക്കുന്നു. കുറച്ചു നാളായി താൻ മറന്നുപോയൊരു ഭൂതകാലം. അല്ലെങ്കിൽ പാർവണ എന്ന സ്നേഹവതിയായ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ താൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച ഭൂതകാലം ഇതാ മുന്നിൽ നിന്ന് പല്ലിളിക്കുന്നു. യൗവനാരംഭം മുതൽ ജീവിതത്തിന് അടുക്കും ചിട്ടയുമില്ലാതിരുന്നതും തന്നെ ആഗ്രഹിച്ചു വന്ന സ്ത്രീകളെയെല്ലാം കിടക്കയിൽ സ്വീകരിച്ചതും മദ്യത്തിൽ മുങ്ങിപ്പോയതുമൊക്കെ ആ ഭൂതകാലം കൊണ്ടായിരുന്നില്ലേ? കാരണം തനിക്കായി ഒരു ജീവിതമില്ലെന്ന്, കുടുംബമുണ്ടാകില്ലെന്ന് അന്നേ തനിക്കറിയാമായിരുന്നു. പക്ഷേ പാർവണ എന്ന പെൺകുട്ടി ഏതാനും മാസങ്ങൾ കൊണ്ട് അതെല്ലാം മാറ്റിമറിച്ചിരുന്നു. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ, ഭയങ്ങളെ, നിരുപമ വർമ്മയെ തന്നെ താൻ മറന്നുപോയിരുന്നു. പക്ഷേ അവരിതാ തനിക്കുള്ള കൊലക്കയറുമായി അടുത്തെത്തിയിരിക്കുന്നു. ആദിയുടെ മുഖം പരവശമായി, കണ്ണുകൾ ചുവന്നു. നിരുപമ വർമ്മ കടന്നു വരുമ്പോൾ ആദി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത്രയും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു.